കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഇക്കാര്യം നേരിട്ട് വാക്കാൽ അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ. പദ്ധതിയിൽ നിന്ന് തൽക്കാലത്തേക്ക് പിന്മാറുന്നു അല്ലെങ്കിൽ മരവിപ്പിക്കണമെന്ന തരത്തിൽ നിയമപരമായ ചില കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കത്ത് അയക്കാൻ വൈകുന്നത് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇനിയിപ്പോൾ കേന്ദ്രത്തിന്റെ ഒരു നിലപാട് എന്നുള്ളത് വളരെ പ്രധാനമല്ലേ ശ്രീജിത്ത്? അനുജ, തീർച്ചയായും സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി പദ്ധതി മരവിപ്പിക്കണമെന്നോ പദ്ധതിയിൽ നിന്ന് പിന്മാറാനോ കഴിയില്ല എന്നതാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുമാണ്. അപ്പോൾ ഈ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാനുള്ള അവകാശവും അധികാരവും കേന്ദ്ര സർക്കാരിന് മാത്രമാണ് എന്നാണ് ഈ ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ പറയുന്ന കാര്യം. അപ്പോൾ എങ്ങനെയാണ് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുക എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. എന്നാൽ പഠനം നടത്തി റിപ്പോർട്ട് വരുന്നവരെ പദ്ധതി മരവിപ്പിക്കണമെന്നാണ് കേരളം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ എങ്ങനെ പ്രതികരിക്കും എന്നതും ഏറെ നിർണായകമാണ്. പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് SSK ഫണ്ടിന്റെ കാര്യത്തിൽ കുടിശ്ശികയായി കിടന്ന കുറച്ച് തുക സംസ്ഥാനത്ത് ലഭിച്ചത്. ഇനിയും ആ തുക ലഭിക്കാനുണ്ട്. ഏതാണ്ട് 1300 കോടി രൂപയാണ് ഈ ഇനത്തിൽ SSK ഇനത്തിൽ മാത്രമായി തടഞ്ഞു വെക്കപ്പെട്ടത്. അത് PMC പദ്ധതിയിൽ ഒപ്പിടാൻ വെച്ചൊരു പ്രധാനപ്പെട്ട ഉപാധിയായി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ കുറച്ച് പണം ലഭിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ പദ്ധതി മരവിപ്പിക്കണമെന്ന കേരളത്തിലെ ആവശ്യത്തോട് കേന്ദ്രം എങ്ങനെ പ്രതികരിക്കുമെന്നാണ് അറിയാനുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ മനുഷ്യവിഭവശേഷി മന്ത്രാലയത്തിൻ്റെ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ കണ്ടപ്പോൾ ഈ കുടിശ്ശിക തുക അനുവദിക്കണമെന്നും മറ്റും മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിരുന്നു. വാക്കാൽ കത്ത് പദ്ധതി മരവിപ്പിക്കണമെന്ന അഭ്യർത്ഥന നടത്തുകയും ചെയ്തിരുന്നു. ഇനിയും കേന്ദ്ര സർക്കാരിന് ഇതിനോടുള്ള പ്രതികരണം എന്താണെന്നാണ് ഏറ്റവും ആകാംക്ഷയുള്ള ഉണർത്തുന്ന കാര്യം. ആ തീരുമാനം അറിയാനാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനമായ ഒരു ഉപസമിതിയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. അതിൽ CPIയുടെ ഭാഗത്ത് നിന്ന് 2 മന്ത്രിമാരുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഉൾപ്പെട്ട ഒരു സമിതിയാണ്. ആ സമിതി ഇനി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ, ആ സമിതി എന്താണ് തുടർ നടപടിയായി കേന്ദ്രത്തെ അറിയിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളത്, അതിലൊക്കെ തീരുമാനം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. ഇനി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഇതിനെയൊക്കെ എങ്ങനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെയും പ്രസക്തമാവുക, അല്ലേ ശ്രീജിത്ത്? തീർച്ചയായും മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചിരുന്നു. 7 ഉപസമിതിയുടെ അധ്യക്ഷൻ അതിനെ നയിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്. മന്ത്രി വി ശിവൻകുട്ടിയെ കൂടാതെ CPIഎമ്മിൽ നിന്ന് നിയമമന്ത്രി P രാജീവുണ്ട്. CPIയെ പ്രതികരിച്ച് റവന്യൂ മന്ത്രി K രാജീവ്. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. അല്പസമയം മുൻപാണ് കേരളം കേന്ദ്രത്തിന് കത്തയച്ചത്. PM-ശ്രീ പദ്ധതി മരവിപ്പിക്കണം, തൽക്കാലത്തേക്ക് അങ്ങനെ ഒരു നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കേരളത്തിന്റെ കത്ത്. ഇത് CPIയുടെ വലിയൊരു നിർബന്ധം ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് യോഗം ചേരുകയും CPI പ്രതിഷേധമുയർത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് കത്തയക്കാമെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിച്ചേരുന്നത്. അപ്പോൾ ആ തീരുമാനം നടപ്പിലാക്കുന്നത് 13 ദിവസത്തിന് ശേഷമാണ്. തീരുമാനം കൈക്കൊണ്ടതിന് 13 ദിവസത്തിന് ശേഷം ഇപ്പോൾ കത്തയച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.